സ്ട്രക്ചർ അതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. വേറെ സ്ട്രക്ചറിന്റെ കാര്യം വരുമ്പോഴേക്കും നമുക്ക് സ്ട്രക്ചറിൽ കുറെ ഒപ്റ്റിമൈസേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പ്രൊവൈഡഡ് സ്ട്രക്ചർ എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ, സപ്പോസ് ഒരു കോളം അല്ലെങ്കിൽ ഒരു പൈല് സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അത് എക്സെൻട്രിക് ആയിപ്പോയി പറഞ്ഞ ലൊക്കേഷനിലുള്ള എല്ലാം ഒരു 10 to 15 സെന്റിമീറ്റർ എല്ലാം നീങ്ങിയിട്ടാണ് പൈൽ അടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഒരു കോളം അവര് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ആ കൺസ്ട്രക്ട് ചെയ്ത കോളം നീങ്ങിപ്പോയി, അപ്പൊ റൂം സൈസ് ചെറുതായി, അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നവീൻ ജോർജ് ആണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഫീൽഡിന് 10+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് നവീനുള്ളത്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഹലോ നവീൻ. ഓക്കെ, നമ്മൾ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ റോൾ എന്ന് പറയുന്നത്? സ്ട്രക്ചറൽ എഞ്ചിനീയർ പറഞ്ഞതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ നമുക്ക് അതിൽ കുറെ ഡിസിപ്ലിൻസ് ശരിക്കും ആവശ്യമുണ്ട്. അതായത് ആർക്കിടെക്ട് ഉണ്ടാവണം, എക്സിക്യൂട്ടീവ് കോൺട്രാക്ടർ ഉണ്ടാവണം, അതിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ആൻഡ് എസ്റ്റിമേഷൻ വേണ്ടി ഒരാളുണ്ടാവണം, അതിന്റെ സേഫ്റ്റി എഞ്ചിനീയേഴ്സ് ഉണ്ടാവണം. പക്ഷെ ഒരു ബിൽഡിംഗ് അതെങ്ങനെ നിൽക്കുന്നു, അതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അത് എങ്ങനെ ബിൽഡിംഗ് നിർത്തുവാൻ, ഫൗണ്ടേഷൻ എങ്ങനെ കൊടുക്കും, സ്ട്രക്ചർ എങ്ങനെയായിരിക്കും പണിയേണ്ടത്, എവിടെ കോളം കൊടുക്കണം, എവിടെ ബീം കൊടുക്കണം, ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് അതൊരു ഡ്രോയിങ് ഫോർമാറ്റിൽ സൈറ്റിലേക്ക് എക്സിക്യൂഷന് വേണ്ടി അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിനാണ്. സ്ട്രക്ചർ എഞ്ചിനീയറിന്റെ ഡ്രോയിങ്സ് വെച്ചിട്ടാണ് ഒരു സൈറ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഫസ്റ്റ് സെറ്റ് ഔട്ട് വരെ ചെയ്യും, സെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫൂട്ടിംഗ് ആണെങ്കിൽ, ഫൗണ്ടേഷൻ സിസ്റ്റം ഫൂട്ടിംഗ് ആണോ പയലാണോ എന്താണെങ്കിലും അത് സ്ട്രക്ചർ എഞ്ചിനീയറിന്റെ ഡ്രോയിങ് വെച്ചിട്ടായിരിക്കും ചെയ്തു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ കോളം, അതിന്റെ ബീം, സ്ലാബ് ഉണ്ടെങ്കിൽ അത് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് കമ്പയർ ചെയ്തിട്ട് ബാക്കി മേസണറി വർക്ക്, ഫിനിഷിങ്സ് ഒക്കെ വരുത്തുള്ളൂ. അപ്പൊ പ്രൈമറി സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ആണ് സൈറ്റിൽ റെഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, കോസ്റ്റ് എസ്റ്റിമേഷൻ ആൻഡ് ബഡ്ജറ്റിന്റെ കേസിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റും? യെസ്, ഡെഫിനറ്റ്ലി സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു കീ റോൾ തന്നെ ഉണ്ട് ഒരു ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ ആൻഡ് ബഡ്ജറ്റിംഗിന്റെ കേസിൽ വരുമ്പോഴേക്കും. കാരണം ഇപ്പൊ ഒരു ഫിനിഷിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ആർക്കിടെക്ചറിൽ ഒരു ഫിനിഷിംഗ് വരുമ്പോഴേക്ക് ഇപ്പൊ ക്ലയന്റിന് വേണം ഒരു ഇറ്റാലിയൻ ടൈല് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സോടുകൂടി ബിൽഡിങ്ങിനെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് വേണം. ഇതൊക്കെ പറയുവാണെങ്കിൽ ഒരിക്കലും സ്ട്രക്ചർ അതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. വേറെ സ്ട്രക്ചറിന്റെ കാര്യം വരുമ്പോഴേക്കും നമുക്ക് സ്ട്രക്ചറിൽ കുറെ ഒപ്റ്റിമൈസേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പ്രൊവൈഡഡ് സ്ട്രക്ചർ എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് എസ്റ്റിമേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഫൗണ്ടേഷൻ എടുക്കുവാണെങ്കിൽ ആസ് പെർ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു പൈലടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വീട് പണിയാൻ വേണ്ടിയാണെങ്കിൽ ഒരു പൈലടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, അതിനൊരു റാഫ് ഫൗണ്ടേഷൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൈലടിക്കുകയാണെങ്കിൽ തന്നെ കുറഞ്ഞ ഡെപ്തിൽ പൈല് പോയാൽ മതി. ഇതൊക്കെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റീഡ് ചെയ്യാനുള്ള എബിലിറ്റി ഈ സ്ട്രക്ചർ എഞ്ചിനീയറിന് ഉണ്ടാവും. അത് കൂടാതെ ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ ഓരോ സ്ട്രക്ചറിന്റെ സൈസസ്, ഇപ്പൊ നിങ്ങൾക്ക് 200x600 ഒരു ബീം ഉണ്ട്, അതിന്റെ ഡെപ്ത് കുറയ്ക്കാൻ വേണ്ടി പറ്റുമോ? ക്ലയന്റ് ചോദിക്കുവാണെങ്കിൽ ഇത്രയും കോസ്റ്റ് ഡെപ്ത് കുറച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും, ഞങ്ങളുടെ ആർക്കിടെക്ചർ ഫീസിൽ വെച്ചിട്ട് ഇത്രയും ബീം ഡെപ്തേ പാടുള്ളൂ, ഫോൾ സീലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അല്ലെങ്കിൽ ഫോൾ സീലിംഗ് ചെയ്യുവാണെങ്കിൽ ഇത്ര ഹൈറ്റിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൂട്ടിയൊക്കെ ആണെങ്കിൽ സ്ട്രക്ചർ എഞ്ചിനീയറിന് ബിൽഡിംഗ് കുറെ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പല ഫാക്ടേഴ്സ് വേരി ചെയ്യാമെങ്കിലും സ്ട്രക്ചർ എഞ്ചിനീയർ ഓൾസോ പ്ലേസ് എ കീ റോൾ ഇൻ ബിൽഡിംഗ് ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റ് റിഡ്യൂസിംഗ്. ഓക്കെ, ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഫേസ് ചെയ്യുന്ന റിക്വയർഡ് ആയിട്ടുള്ള കീ സ്കിൽസ് എന്തൊക്കെയാണ്? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ്, ഇനീഷ്യലി സബ്ജക്ട് നോളജ് ഉണ്ടാവും. അതായത് ബിൽഡിംഗ് അനാലിസിസ് പറയുന്നത്, സ്ട്രക്ചറൽ അനാലിസിസ് പറയാനായിട്ടുള്ള നോളജ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ കോഡ്സ്, അതിലുള്ള ക്ലോസസ്, ഓരോ ബിൽഡിങ്ങിലും ഓരോ എലമെന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സീസ്മിക് ആക്ഷൻ ബിൽഡിംഗിൽ ഉണ്ടാവുകയാണെങ്കിൽ വിൻഡ് ആക്ഷന് വേണ്ടി ഏത് കോഡാണ് ഫോളോ ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്, ബിൽഡിംഗ് ഹൈറൈസ് ബിൽഡിംഗ് ആണ് എങ്കിൽ എന്ത് ക്രൈറ്റീരിയ ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്,
6 വീക്ക് ആക്ഷൻ ആകുമ്പോഴേക്കും നമ്മുടെ ബിൽഡിംഗ് ഏത് സോണിലാണ് കിടക്കുന്നത്, വിൻഡ് ആക്ഷനുകളൊക്കെ ഇത്ര ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് എന്തൊക്കെ ഫാക്ടർ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ബേസിക് നോളജ് ആയിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ. പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ പറയുവാണെങ്കിൽ സോഫ്റ്റ്വെയർ സ്കിൽസ് വരുവാണെങ്കിൽ പറയുവാണെങ്കിൽ മെയിൻലി ബിൽഡിംഗ് ആണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടാബ്സ് സ്റ്റാർട്ട് പ്രോ ഒക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. ഫൗണ്ടേഷൻ ഡിസൈൻ വേണ്ടി സേഫ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡീറ്റെയിലിംഗിന് വേണ്ടി നമ്മൾ ഓട്ടോക്യാഡ്, റെവിറ്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ സോഫ്റ്റ്വെയർ നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു വോളിയം ഉള്ളൊരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കലും നമുക്ക് 100% മാനുവൽ കാൽക്കുലേഷനിലൂടെ ഒരു ബിൽഡിങ്ങിന്റെ ഡിസൈൻ നമുക്ക് വരച്ചുണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ സോ വി നീഡ് ടു ബി ഡിപെൻഡ് ഓൺ സോഫ്റ്റ്വെയർ സ്കിൽസ് അത്യാവശ്യം ഒരു എഞ്ചിനീയർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. തേർഡ്, ഈ സോഫ്റ്റ്വെയർ സ്കിൽസ് കൊണ്ട് തന്നെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും, ഒരു എന്താ പറയേണ്ടത്, ഒരു റിസൾട്ട് കിട്ടും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന. അപ്പോൾ ആ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു നോളജ് സ്ട്രക്ചർ എഞ്ചിനീയറിനുണ്ടാണ്. ഇപ്പോൾ ഒരു എററാണ് സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നതെങ്കിൽ ആ എറർ എങ്ങനെ വന്നു, അത് എന്തുകൊണ്ടാണ് ആ എറർ കാണിക്കുന്നത്, അത് കണ്ടുപിടിക്കാനുള്ള സ്കിൽ ഉണ്ടാകും. ഇപ്പോൾ ഒരു ബീമിന് ഇത്രയും ലോഡ് കൂടുതലാണ് കാണിക്കുന്നത്, ആ ലോഡ് കൂടുതൽ കാണിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടാവും ആ ലോഡ് പോലെ, എന്തിന്റെ ബേസിസിലാവും ആ ലോഡ് അവിടെ കൂടിയത്, ഇതൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് സ്ട്രക്ചർ എഞ്ചിനീയറിനുണ്ടാകും. സോ ദീസ് ആർ ദ 3 ബേസിക് തിങ്സ് ഒരു സ്ട്രക്ചർ എഞ്ചിനീയറിന് വേണ്ടത്. ഓക്കെ, നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് അല്ലെങ്കിൽ ഫീൽഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ബിൽഡിംഗ് എൻഷുർ ചെയ്യുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഒരു ബിൽഡിങ് ഇപ്പൊ ഒരു ക്ലയന്റ് വന്നിട്ട് ഇപ്പൊ അതിന്റെ പ്രിലിമിനറി സ്റ്റേജിൽ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നൊരു റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പൊ കോർപ്പറേഷൻ ആണെങ്കിൽ സ്റ്റെബിലിറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും അതൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരു സ്ട്രക്ചർ എഞ്ചിനീയറിന് അത് ഡിസൈൻ ചെയ്ത് നോക്കി, ഇപ്പൊ ഒരു ഹൈറൈസ് ബിൽഡിംഗ് ആണ്, 10 stories above ഒരു ബിൽഡിംഗ്, അതിന്റെ ഡിസൈൻ ചെക്ക് ചെയ്ത് നോക്കി അത് സ്റ്റേബിൾ ആയിരിക്കുമോ, അതിന്റെ കോഡൽ പ്രൊവിഷൻസ് ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെയായിരിക്കും ഒരു ബീം സൈസും കോളം സൈസും എത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കും ബിൽഡിങ്ങിനൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കൊടുക്കുന്നത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ, നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയർമാർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് സൈറ്റിൽ? സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ്. അപ്പോൾ ചാലഞ്ചസ്, ഡെയിലി ചാലഞ്ചസ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ഓരോ പ്രൊജക്റ്റും യുണീക്കാണ്, ഓരോ ക്ലയന്റും വേറെയാണ്, ഓരോ ആർക്കിടെക്റ്റും വേറെയാണ്. ആർക്കിടെക്ട്സിന്റെ ഡിമാൻഡ് പലതായിരിക്കും. അതായത് സപ്പോസ് ഒരു കേസ് എടുക്കുവാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റിന് ഒരു ഫുൾ ലിവിംഗ് ഏരിയ 10 meter by 10 meter സ്പാനിലുള്ള ഒരു ഏരിയ വേണം. അതിൻ്റെ ഉള്ളിൽ കോളംസ് പ്ലേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നോർമൽ കൺവെൻഷൻ സിസ്റ്റത്തിലേക്ക് പോകുമ്പോഴേക്കും നമുക്കത് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് അവർക്ക് PT സിസ്റ്റം സജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോം ഓഫ് കൺസ്ട്രക്ഷൻ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയാം, സ്റ്റീൽ സെക്ഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഓരോ ഡിസൈനും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി യുണീക്ക് ആയിട്ട് ഒരേ സ്റ്റെപ്പ് വെച്ചിട്ട് ഒരിക്കലും സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല അടുത്ത ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും ഫാക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം ചാലഞ്ച് നോക്കുകയാണെങ്കിൽ സൈറ്റ് എക്സിക്യൂഷൻ വൈസ് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോസ് ഒരു കോളം അല്ലെങ്കിൽ ഒരു ഫയല് സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അത് എക്സെൻട്രിക് ആയിപ്പോയി, പറഞ്ഞ ലൊക്കേഷനിലുള്ള എല്ലാം ഒരു 10 to 15 centimeter എല്ലാം നീങ്ങിയിട്ടാണ് ഫയൽ അടിച്ചേക്കുന്നത്. അത് അല്ലെങ്കിൽ ഒരു കോളം അവര് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ആ കൺസ്ട്രക്ട് ചെയ്ത കോളം നീങ്ങിപ്പോയി, അപ്പൊ റൂം സൈസ് ചെറുതായി, അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അത് റീവർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ അത്യാവശ്യം എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, ചാലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അതായത് എന്ത് ഔട്ട്കം ആയാലും ശരി, ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫീൽഡിൽ പോകാൻ പറ്റും. കാരണം ചാലഞ്ചസും നമുക്ക് പ്രഷറും കൂടുതൽ വരും ഫ്രം ക്ലയന്റ് സൈഡ്, ഫ്രം ആർക്കിടെക്ട് സൈഡ്. അതുകൂടാതെ സപ്പോസ് യു ആർ വർക്കിംഗ് അണ്ടർ ഓർഗനൈസേഷൻ ഹെഡിൽ നിന്നൊക്കെ നമുക്ക് പ്രഷർ വരാനുള്ള ചാൻസ്. അപ്പോൾ വി മസ്റ്റ് ബി മോട്ടിവേറ്റഡ് ബൈ അവർ സെൽസ്. നമുക്ക് എപ്പോഴും ഒരു പാഷൻ ഉണ്ടാവണം ഈ പ്രൊജക്റ്റിൽ. എന്ത് ഔട്ട്കം ആയാലും ശരി, വിൽ ബി ഏബിൾ ടു മേക്ക് എ സൊല്യൂഷൻ ഫോർ whatever issue has happened at site, will make up. ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോർവേഡ് ആയി പോകാൻ പറ്റും.
ഓക്കെ, നമ്മളിപ്പോ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ കൺസൾട്ട് ചെയ്യാണ്ട് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്താൽ അവിടെ വരാൻ സാധ്യതയുള്ള ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ഡ്രോബാക്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഹൈലി ചാലഞ്ചിങ് അല്ലെങ്കിൽ അതൊരു റിസ്ക് എലമെന്റ് ആണ് അവിടെ ക്ലയന്റ് എടുക്കുന്നതെന്ന് ഞാൻ പറയുന്നു. കാരണം ഒരു സ്ട്രക്ചർ എഞ്ചിനീയറിനെ കൺസൾട്ട് ചെയ്യാതെ ഒരു ബിൽഡിംഗ് കൺസൾട്ട് ചെയ്യുമ്പോഴേക്കും അതിൽ കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. മെയിൻലി പറയുവാണെങ്കിൽ എന്ത് കോളം സൈസ് അല്ലെങ്കിൽ ഒരു ബീം സൈസ് ബിൽഡിംഗ് പണിയാൻ വേണ്ടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ സിസ്റ്റം എന്താണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ ആണ് ശരിക്കും പറഞ്ഞു തരുന്നത്. ത്രൂ ഡ്രോയിങ്സ് അത് തരുന്നത് സ്ട്രക്ചർ എഞ്ചിനീയർ ആയിരിക്കും. അപ്പോൾ ഒന്നും അറിയാതെ ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് അവിടെ ഫൗണ്ടേഷൻ സിസ്റ്റം പൈലാണ് വേണ്ടത്, അവിടെ ഒരു ഫ്ലൂട്ടിംഗ് വെച്ച് പണിത് ഒരു 5 നില ഒരു 6 നില കെട്ടിടം പണിതിട്ട് ഭാവിയിൽ അതൊരു സെറ്റിൽമെന്റ് ഉണ്ടായി ആ ബിൽഡിംഗ് വീണതിനേക്കാളും നല്ലത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ട് സ്ട്രക്ചർ എഞ്ചിനീയറിനെ ഇനീഷ്യലി അപ്രോച്ച് ചെയ്തിട്ട് ഒരു ഗുഡ് GFC ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് ബിൽഡിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം സ്ട്രക്ചർ എഞ്ചിനീയർ ഒരു കീ റോൾ എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഇസ് സൈൻഡ് ബൈ സ്ട്രക്ചർ എഞ്ചിനീയർ. അപ്പോൾ സ്ട്രക്ചർ എഞ്ചിനീയർ ഒരു ഷ്യൂരിറ്റി തരുവാണ്, ഒരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ ഈ ബിൽഡിംഗ് സ്റ്റേബിൾ ആയിരിക്കും, എന്ത് കണ്ടീഷനായാലും. ഇപ്പൊ ഒരു എർത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് സ്റ്റേബിൾ ആയിരിക്കും, ആ രീതിയിലാണ് ആ ബിൽഡിംഗ് പണിയുന്നത് സർട്ടിഫിക്കറ്റ് തരുന്നത്. അത് വെച്ച് നോക്കുമ്പോഴേക്കും ഇറ്റ് ഈസ് ഓൾവേസ് ബെനിഫിഷ്യൽ ടു ഹാവ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആസ് യുവർ സപ്പോർട്ടിംഗ് മെമ്പർ വൈൽ കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ്. ഓക്കെ, പ്രൊജക്ട് മാനേജ്മെന്റിലേക്ക് വരുന്ന സമയത്ത് സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്താണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് ഇപ്പൊ ഒരു പ്രൊജക്ട് തുടങ്ങുവാണെങ്കിൽ ഇനീഷ്യൽ ഫേസ് ഡ്രോയിങ്സ് സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ വെച്ചിട്ടാണ് വരച്ചു തുടങ്ങുന്നത്. അപ്പൊ ഒരു പ്രൊജക്ട് മാനേജ്മെന്റിന്റെ സമയത്ത് പ്രൊജക്ട് പ്ലാനിങ് എഞ്ചിനീയർ സ്ട്രക്ചർ എഞ്ചിനീയറിന്റെ എത്ര ഡ്രോയിങ്സ് ഉണ്ടാവും, അത് എത്ര ടൈം ഷെഡ്യൂളിന്റെ സ്ട്രക്ചർ എഞ്ചിനീയർ തരും, അത് വെച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് ടൈമില്ല ഇനീഷ്യലി ഒരു ആർക്കിടെക്ചർ ഡ്രോയിങ് ഉണ്ടാവും, സ്ട്രക്ചർ ഡ്രോയിങ് ഉണ്ടാവും. സ്ട്രക്ചർ ഡ്രോയിങ് വെച്ചിട്ടായിരിക്കും അതിന്റെ ഇനീഷ്യൽ കോസ്റ്റിംഗ് മൊത്തം എടുക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നിട്ട് അത് എങ്ങനെ പണിത് പോകണം, അതിപ്പോ എന്ത് സിസ്റ്റം, ഫൗണ്ടേഷൻ സിസ്റ്റം എന്തായാലും ശരി, ട്രെയിനിങ് സിസ്റ്റം എന്തായാലും ശരി, അതെങ്ങനെ പണിത് പോകണം എന്നൊരു പ്ലാനിങ് പ്രൊജക്ട് മാനേജർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ഫുൾ സെറ്റ് ഡ്രോയിങ്സ് സ്ട്രക്ചർ എഞ്ചിനീയറിന്റെ കിട്ടിയാലേ പറ്റുള്ളൂ. അപ്പോൾ ആസ് എ പ്രാക്ടീസിങ് സ്ട്രക്ചർ എഞ്ചിനീയർ ഞാൻ പറയുവാണെങ്കിൽ ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ എപ്പോഴും ഡ്രോയിങ്സ് കൊടുക്കുമ്പോൾ ഫൗണ്ടേഷൻ സിസ്റ്റം ആദ്യം കൊടുത്തു, പിന്നെ ഒരു ഫ്ലോർ കൊടുത്തു, അടുത്ത ഫ്ലോർ കൊടുത്തു, എന്നൊക്കെ ഒരു ഫുൾ സെറ്റ് ഡ്രോയിങ് കമ്പൈൽഡ് ആയിട്ട് ഒരു ക്ലയന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ കോൺട്രാക്ടർ അടുത്ത് എത്തുമ്പോഴേ അവർക്ക് അതനുസരിച്ച് ബിൽഡിംഗ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ഫ്യൂച്ചർ റിവിഷൻസ് ഒക്കെ ഉണ്ടാവുമെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് ഫുൾ സെറ്റ് ഡോക്യുമെന്റഡ് ഡ്രോയിങ്സ് ടു ബി സബ്മിറ്റഡ് ടു ദ ക്ലയന്റ് ബൈ എ സ്ട്രക്ചറൽ എഞ്ചിനീയർ. എന്നാലും ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ത്രൂ ആയിട്ട് നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയർമാർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂൾസ് എന്തൊക്കെയാണ്? അത് ബേസ്ഡ് ഓൺ റിക്വയർമെന്റ് ആണ്. പറയുവാണെങ്കിൽ ഇപ്പോ ഒരു ബിൽഡിംഗ് ആണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ETABS, STAAD, അങ്ങനെ ബേസിക് സോഫ്റ്റ്വെയർസ് ആണ്. അതിന്റെ ഡീറ്റെയിലിംഗ് വേണ്ടി AutoCAD, Revit അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു ഫൗണ്ടേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സേഫ് ഉപയോഗിക്കാറുണ്ട്. ഒരു ബ്രിഡ്ജ് ഡിസൈനിങ്ങിന് വേണ്ടിയാണെങ്കിൽ SAP ഉപയോഗിക്കാറുണ്ട്. അതേപോലെ അനലിറ്റിക്കൽ സ്കിൽ എല്ലാത്തിനും വേണ്ടി ANSYS, അങ്ങനെ കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ആസ് എ പ്രാക്ടീസ് സ്ട്രക്ചർ എഞ്ചിനീയർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ സോഫ്റ്റ്വെയർസും മാക്സിമം എത്രത്തോളം സോഫ്റ്റ്വെയർസും നമ്മൾ അറിയുന്നു അതിന്റെ ഒരു ബേസിക് നോളജ് എപ്പോഴും ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കണം. അത് കൂടാതെ തന്നെ അറ്റ്ലീസ്റ്റ് 2 to 3 സോഫ്റ്റ്വെയർസ് എങ്കിലും 100% നോളജും ഗെയിൻഡ് ആയിരിക്കും. എന്നാലേ നമുക്ക് ഓരോ ഫേമിൽ ചെല്ലുമ്പോഴും നമുക്ക് 100% ടാലന്റ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചു അതിൽ കുറച്ച് അറിയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ലോ ഒരിക്കലും. സോ I will always recommend you must have a basic knowledge in how much ever software is possible and 100% knowledge in at least 2 to 3 softwares. ഓക്കെ, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ റോൾ എന്തൊക്കെയാണ്? കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷനിൽ ഡയറക്ട്ലി സ്ട്രക്ചർ എഞ്ചിനീയർ ചെയ്യുന്ന റോൾ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം സ്ട്രക്ചർ എഞ്ചിനീയർ എക്സ്പെഷ്യലി ഒരു ടെക്നിക്കൽ സൈഡാണ്. അത് നമ്മൾ ത്രൂ ഡ്രോയിങ്സ് നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു കാര്യമാണ്. കൺസൾട്ടന്റ് ആവും, അല്ലെങ്കിൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഓൺ സൈറ്റ് സ്ട്രക്ചർ എഞ്ചിനീയർ ആവാം. അപ്പോൾ നമ്മൾ ത്രൂ ഡ്രോയിങ്സ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ടെൻഡറിങ് ആണെങ്കിലും കോൺട്രാക്ടിങ് പരമായിട്ടാണെങ്കിലും അത് കൂടുതലൊരു ക്വാണ്ടിറ്റി സർവേയർ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് എഞ്ചിനീയറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡയറക്ട്ലി ഒരു സ്ട്രക്ചർ എഞ്ചിനീയറിന് കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷനിലെ റോളില്ല.